നിങ്ങളിപ്പോ വൈഫിനെയും കൂട്ടി ഇവിടെ വന്നിരുന്നത് അവിടെ ഈ സ്ഥലം വാങ്ങിച്ചു കൊടുക്കും ആളുകൾ ഇരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സ്ഥലമാണ്. നമ്മുടെ കോഴിക്കോടുള്ള പുതിയ ഫുഡ് സ്ട്രീറ്റ് ഇല്ലേ, അവിടുത്തെ ഒരു അവസ്ഥ നോക്കി നിങ്ങൾ. ഞാൻ പറയാം, വളരെ മോശം പരിപാടിയായിട്ടത്. കാരണം ഈ പറഞ്ഞ ആളുകൾ അവരെ വീടും പരിസരവും ഇതുപോലെ തന്നെയാണോ വൃത്തികേടായിട്ടാണോ കൊണ്ടെടുക്കുന്നത്. അപ്പോൾ ചില ആളുകൾ കമന്റിൽ പറയുന്നുണ്ട് ഇത് കോർപ്പറേഷൻ്റെ പോരായ്മ എന്ന്. ഒരിക്കലും അത് പറയരുത്. കാരണം കോർപ്പറേഷൻ ഇതുപോലെ ടീം ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ കാണുന്ന ഭയങ്കര ഭംഗിയോട് കോഴിക്കോടിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത്. കാരണം അത് കാണണമെങ്കിൽ നിങ്ങൾ രാവിലെ ഒരു 3-4 മണിക്ക് കോഴിക്കോട് ബീച്ചിൽ, അതുപോലെ SM സ്ട്രീറ്റിലൊക്കെ രാത്രി 12 മണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം ഒരുപാട് ആളുകൾ ക്ലീൻ ചെയ്യുന്നത്. ഒരിക്കലും അവരെ കുറ്റം പറയരുത്. ഇതെന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന ഓരോ ആളുകൾ ശ്രദ്ധിക്കുകയാണ്. കാരണം ചില ആളുകളുണ്ട് ബുദ്ധിയും വിവരം തിരിച്ചറിവൊന്നും ഇല്ലാത്ത ആളുകളുണ്ട്. ചിലപ്പോൾ അവരാണ് ഇത് ചെയ്യുന്നത്. ശരിക്കും ഈ പറഞ്ഞ ബുദ്ധി വിവരം തിരിച്ചറിവുണ്ടെങ്കിൽ അവരങ്ങനെ ചെയ്യില്ലല്ലോ. അപ്പോൾ ഇത് നിങ്ങൾ കാണുകയാണെങ്കിൽ എന്താ റിയാക്ട് ചെയ്യുക, അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക നിങ്ങൾ ചെയ്യരുതെന്ന്. കാരണം വളരെ മോശം പറയട്ടത്. കാരണം കോഴിക്കോടിൻ്റെ ഒക്കെ ഒരു വികാരമാണ് നമ്മൾ കോഴിക്കോട് ബീച്ചിനൊക്കെ പറഞ്ഞത്. അത് ഇത്ര വൃത്തികേടായി കൊണ്ടുനടക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശം പറയട്ടെ. നിങ്ങളൊരു അഭിപ്രായത്തിൽ നമുക്ക് എന്ത് സൊല്യൂഷൻ കാര്യങ്ങൾ അതിന് നമുക്ക് കൊണ്ടുവരാൻ പറ്റുക? ഇത് പ്രോപ്പറായിട്ടുള്ള ഒരു മാനേജ്മെന്റ് ഇതിനില്ല, ഒരു ക്ലീനിങ് റിലേറ്റഡ് ആയിട്ട്. കാരണം നമ്മൾ ഒരുപാട് പ്രതീക്ഷയായിട്ടാണ് ഇവിടേക്ക് ബീച്ചിലേക്ക് ഫാമിലി ആയിട്ട് വരുന്നത്. ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഓക്കെയാണ്, ബട്ട് അത് നമുക്ക് ഇരുന്നൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ആംബിയൻസ് അറ്റ്മോസ്ഫിയർ അല്ല ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെയുള്ള ഓരോ കടക്കാരും ശ്രദ്ധിക്കണം. ഓരോ കടക്കാരും ശ്രദ്ധിച്ചാൽ ഈ പ്രശ്നം കുറേ ഒഴിവായി കിട്ടും. എന്തായാലും അതിനേക്കാൾ ഉപരി നമ്മൾ ഓരോരുത്തരും നമ്മളുടെ വേസ്റ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞെങ്കിൽ കുറേ പ്രശ്നങ്ങൾ ഒഴിവായി കിട്ടും. എപ്പോഴും ശ്രദ്ധിക്കേണ്ടേ. കാരണം വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അസുഖം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാ നമ്മൾക്കാണ് ദോഷം, പ്രശ്നം നമ്മളുടെയാണ്. ചേച്ചി വന്നപ്പോൾ തന്നെ കുട്ടികളോട് പറഞ്ഞാൽ അവിടെ തുടരെ അഴുക്കാണെന്നില്ല. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്? കാരണം വേസ്റ്റ് ബിൻ അവിടെ ഉണ്ടായിട്ട് പോലും ആളുകൾ അതിലേക്ക് ഇടുന്നില്ല. അപ്പം ചേച്ചിന്റെ ഒരു കാഴ്ചപ്പാട് എന്താണ് ഇതിനെക്കുറിച്ച്? വേസ്റ്റ് ഇങ്ങനെ ഇടാൻ പാടില്ല, എന്തായാലും അത് ബിന്നിൽ തന്നെ ഇടണം. പക്ഷെ ചില നേരത്ത് അവിടെ ബിന്ന് നിറഞ്ഞ് ഓവറാവുണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആളുകൾ ഇടുന്നതെന്ന് അറിയില്ല. നമ്മുടെ മനസ്സിൽ തോന്നണം. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബീച്ച് ഒരു വർഷം മുന്നേ ഇങ്ങനെ ഒന്ന് ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ടായില്ല. ഇപ്പോഴാണ് ഇങ്ങനത്തെ ഒരു നീറ്റ് സെറ്റപ്പ് വന്നത്. അപ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ അത് വൃത്തികേടാക്കിയാൽ നാളെ ഇവിടെ ആളുകൾ വന്നിരിക്കില്ല. ശരിക്കും നമ്മൾ കോഴിക്കോട്ടുകാർ ഇതിനെതിരെ സംസാരിച്ചിട്ടില്ലെങ്കിൽ ഇത് ഭാവിയിലേക്ക് വലിയ പ്രശ്നമായി മാറുന്നത്.